ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ആദ്യം കാണിച്ച പോലെ തന്നെ ഞങ്ങൾ ഹിൽ പാലസിലേക്ക് പോവാണ്. ഇന്ന് സൺഡേ ആണല്ലോ. അപ്പം പിന്നെ വെറുതെ ഹോസ്റ്റലിൽ കുത്തിയിരിക്കണ്ടല്ലോ, അപ്പോൾ ഒന്ന് കറങ്ങി വരാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ 3 പേര് മാത്രമല്ല, ഒരാളുകൂടി ഉണ്ട്. പക്ഷെ അവളുടെ വീട് എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല, ഇപ്പോൾ വേണമെങ്കിൽ വരാം. ഞങ്ങൾക്ക് പിന്നെ പെർമിഷനും എല്ലാം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേര് ഇറങ്ങി. അങ്ങനെ തൃപ്പൂണിത്തറ ആണ് ഈ ഹിൽ പാലസിലുള്ളത്. അവിടെ വരെ മെട്രോ സ്റ്റേഷനും ഉണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്കൊക്കെ എത്തി കയറി. അങ്ങനെ തൃപ്പൂണിത്തറ അങ്ങനെ ഇറങ്ങി. ഇവിടെ വന്നപ്പോഴാണ് ഈ ആർട്ട് ഗാലറി കണ്ടത്. നല്ല രസമുണ്ട്. ഇവിടെ ഈ മെട്രോ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. സാധാരണ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ല രസമുണ്ട്. ഒരു ഗാലറി എന്ന് ഫുൾ നമ്മുടെ ഡാൻസ് കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. സാധാരണ മെട്രോ സ്റ്റേഷനിലൊന്നും കാണാത്തതാണ്. ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. കാരണം പിന്നെ അത് മാത്രം ഞങ്ങളുടെ ഫ്രണ്ടും വരണമായിരുന്നു. അപ്പോൾ അവളെയും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഫൈനലി അവൾ എത്ര വരെയൊക്കെ എന്തെങ്കിലും നോക്കണമല്ലോ. അപ്പോൾ ഇതുകൊണ്ട് അവിടെ ഓരോ ഡാൻസിനെ കുറിച്ച് എഴുതിയതും കഥകളിയും എല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ വായിക്കണം. എന്തെങ്കിലും ടൈം പോകണമല്ലോ, കാരണം അവൾ എത്തണം. അങ്ങനത്തെ എത്തി. ഞങ്ങളിതാ ഓട്ടോയിലൊക്കെ കയറി. അങ്ങനത്തെ ഫൈനലി ഞങ്ങൾ ഹിൽ പാലസിലേക്കൊക്കെ എത്തി. പിന്നെ ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ, എന്താ ക്യൂ. നല്ല തിരക്കാണ്. കാണുന്നത് സൺഡേ കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നേരം ക്യൂവിലൊക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഇനിയിപ്പോൾ ഈ പടികൾ ഇങ്ങനെ കയറണമല്ലോ, ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ അവിടെ കയറി എത്തുമ്പോഴേക്കും ആകെ കോലം കെടും. അങ്ങനെ എന്താണെങ്കിലും കയറും, കാരണം നമുക്ക് കാണാനാണല്ലോ വന്നത്, അപ്പോൾ എന്തായാലും കയറണമല്ലോ. അപ്പം അങ്ങനെ എത്തി. ലാസ്റ്റ് ഷൂ അവിടെ ഊരി വയ്ക്കാൻ പറഞ്ഞു, കാരണം ഷൂട്ട് കയറാൻ പാടില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഊരിയൊക്കെ വെച്ചു. ഞങ്ങൾ കാണുകയാണ്. കുറേ ഉണ്ട് കേട്ടോ കാണാൻ. നടന്ന് കാലൊക്കെ വേരിക്കാരായി. അപ്പം കയറുകയാണ്. ഇങ്ങനെ കുറേ നടന്ന് എത്തി. കുറേ നടക്കാണ്ട് കേട്ടോ. പറ്റണ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ചില സൈഡിൽ ജ്വല്ലറീസൊക്കെ ഉള്ള സൈഡൊന്നും വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. അപ്പം എന്തായാലും എത്തി. ഞങ്ങളിത് ജസ്റ്റ് ഒരു ജ്യൂസ് കുടിച്ചു. പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ അതും മേടിച്ചു കഴിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. ടൈമായി കേട്ടോ, 2:30 കഴിഞ്ഞു. പക്ഷെ മെല്ലെ നടക്കുകയാണ്, കാരണം കുറേ അവിടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നിട്ട് ക്ഷീണമുണ്ട്. അതുമാത്രമല്ല ഇങ്ങനെ വേർത്ത് കുളിക്കുകയാണ്. പക്ഷെ ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വെയിൽ അടിക്കണില്ല. അപ്പം അതുകൊണ്ട് നടക്കാൻ സുഖമുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോന്ന് കാണിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുഴപ്പമില്ല, വീഡിയോയിലൊക്കെ എല്ലാം ഉണ്ടാവും. അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ മോൻ തന്നെയാണ്, കാരണം വേർത്ത് കുളിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പം അത് കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണല്ലോ. അപ്പം എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, കാരണം ഇന്നും ലുലുന്നാണല്ലോ കഴിക്കുക. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് പുറത്തുനിന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ടാസ്ക്കാണ്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി ലുലു എത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇനി നേരെ ഹോസ്റ്റലിൽ പോയിട്ടൊന്ന് കിടക്കുക, അത്രേ ഉള്ളൂ. ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഹോസ്റ്റലിൽ പോയിട്ട് നേരെ അങ്ങോട്ട് കിടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്